ഇവര് നമ്മളിപ്പോ ഇതിന് മുന്നൊക്കെ ജീവിതക്കാരെ പുറത്തു ചെയ്യുന്നു. മാഷിനെ തീരുമാനിക്കട്ടെ എന്റെ വാപ്പാന്റെ സ്ഥാനം. കാരണം വാപ്പുള്ള കാലത്ത് വാപ്പാന്റെ കുട്ടികൾ എപ്പോഴുള്ള കാലത്ത് അന്ന് എന്നും മഹലിന്റെ നാട്ടിലൊക്കെ കാര്യപ്പെട്ടാണ് അള്ളാഹു നിലനിർത്തട്ടെ. ഇവരൊക്കെ ഇവരൊക്കെ തന്ന കായ് 1,80,00,000 റുപ്യന്റെ എത്രയായിരുന്നു? 1,80,00,000. ഇങ്ങനെ 6 മാസം കയ്യിൽ വെച്ചു. ഇപ്പോൾ ആരും ചോദിക്കുന്നില്ല. അപ്പൊ ഞാൻ ഓരോ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ കായുണ്ട്. ഇപ്പൊ ഞാനിപ്പോ എന്താട്ടി 3 ഏക്കർ സ്ഥലം വാങ്ങി. അപ്പൊ സ്ഥലം ഇല്ലാത്തവർക്ക് എന്ത് ചെയ്യാം, ഒരു 4 സെന്റ് സ്ഥലം കൊടുക്കാന്ന് പറഞ്ഞു ഈ വലിയ വിളിച്ചു. 10-25 ആൾക്ക് സ്ഥലം കൊടുക്കാൻ പറ്റുള്ളൂ. 10-200 റുപ്യ ആൾക്കാർ അപേക്ഷ തന്നിട്ടുണ്ട്. ഇച്ചാണെ ആരും ഒഴിവാക്കാൻ പറ്റുള്ളൂ. ഞാൻ എന്താ കാട്ടാ? ഒന്ന് വിഷമം 200 ചില്ലാണ് അപേക്ഷ. 75 ആൾക്ക് സ്ഥലം കൊടുക്കാൻ പറ്റുള്ളൂ. ഒരാൾക്ക് ഞാൻ കൊടുത്ത് മറ്റാൾക്ക് ഒത്തിരി ഓരോട് സ്നേഹാണിച്ച് നമാസ് പോലെ ഒന്നത്. പിന്നെ ഒരു കിണറുണ്ട്. ഒരാൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ഇതൊക്കെ പണ്ട് തന്ന പൈസ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? മഴക്കാലത്ത് ഒരു കുടുംബത്തിന് വിഷമം ഉണ്ടായിരുന്നു. അപ്പൊ വിഷമം മാറി പോലും തട്ടി കിണർ കുഴിക്കാൻ വേണ്ടി 1,00,000 റുപ്യ പോലീസ് സദസ്സിലുണ്ടാവും. 1,00,000 എന്നാണ് ഇങ്ങനെ ആരും കാര്യമില്ല എന്തായാലും. അപ്പൊ ആ ഒരു കിണർ കൊടുക്കാണ്ട് അത് നടക്കണപ്പല്ലേ മാഷ നല്ല അല്ലേ? എന്താ നിങ്ങളുടെ അഭിപ്രായം? എത്തിയ മക്കൾക്ക് മാത്രം എന്ത് ചെയ്യാൻ ഒരു പരിഗണന കൊടുക്കണം. നിങ്ങൾ എന്താ പറയണത്? സ്ഥലത്തിന്റെ കാര്യം നിങ്ങൾ തീരുമാനിച്ചു 3 ഏക്കർ നമുക്ക് എന്ത് ചെയ്യാൻ 4 സെന്റ് വെച്ച് കൊടുക്കണം. ഇതിന് പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും മണലിന് എന്താ ചെയ്യാം? ഓരോരുത്തർക്ക് പിന്നെ 10-20 ഗ്രൂപ്പൊക്കെ ഉണ്ട്. ഇല വന്ന് മുള്ളിന് വീണാലും മുള്ളു വന്ന് ഇലമ വീണാലും ഒക്കെ എന്റെ തലയൊക്കെ വയ്ക്കും. അപ്പൊ അതിനൊരു തീരുമാനം ഉണ്ടാക്കണം. നിങ്ങൾ എന്താ പറയുന്നത്? ഇപ്പൊ ആ സ്ഥലം അങ്ങനെ ഇട്ടിക്കാണ് 3 ഏക്കറിന്റെ മാസം. അത് ഞാൻ എന്താ എത്തിമക്കളെ പൈസയാണ്. അത് നമുക്ക് എന്താ പറ്റും? എത്തിമക്കളെ മുതലെങ്ങാണ് 1 റുപ്യ കയ്യിൽ പെട്ടവിടെ പടച്ചോളം ചെയ്ത് സമാധാനം പറയുന്നത്. പിന്നെ മാഷ് കുറെ കാര്യങ്ങൾ പറഞ്ഞെത്തി. എന്തേ വെയില? അപ്പോ ഇല്ല മാഷ പാവപ്പെട്ട ദേശീയ. അപ്പോ ഇൻഷാ അല്ലാഹ് ആ സ്ഥലം കൊടുക്കാനൊരു തീരുമാനം നമുക്ക് എന്നുള്ള പിന്നെ കാണാൻ കുഴപ്പമില്ല. 1. രണ്ടാമത് പിന്നെ കിണർ അത് നമുക്ക് കുത്തണം. പിന്നെ മാഷ പറഞ്ഞല്ലോ മാഷ ഇതിലിട്ട് ഭക്ഷണം നിന്ന എത്തി ഞാനൊക്കെ ഞാൻ എപ്പോഴും ദ്വാരക്കേണ്ടോ. ഇന്നും ഞാൻ തോന്നുന്നു കേട്ടോ. ഇന്നും ഞാൻ ദ്വാരുന്നു. അല്ല ഇന്നും ഞാൻ ഞാൻ പഠിച്ച എത്തിയമ്മക്കാണെങ്കിൽ എനിക്ക് ഭക്ഷണം തന്നോട്ട് എന്നും ദ്വാരുന്നു. ഇന്നും ഞാൻ ദ്വാരുന്നു. നമുക്ക് മറക്കാൻ പറ്റും. അപ്പോ മാഷ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അല്ലാഹു ആഫിയത്ത് അല്ലാഹു കൊടുക്കട്ടെ. അല്ലാഹു ഉന്നതങ്ങൾ അല്ലാഹു എത്തിക്കട്ടെ. സന്തോഷം അല്ലാഹു നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇവിടെ നമുക്ക് ഇതിന് ലാഭം എന്താ അത് പറഞ്ഞു അതിന് മനസ്സിലായില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്നേഹബന്ധം അല്ലാഹു മരണം വരെ അല്ലാഹു നിലനിർത്തട്ടെ. പിന്നെ പെൺകുട്ടികൾ താലികെട്ട് അതിനൊക്കെ നമുക്ക് ആൾക്കാർ വേണം. താലികെട്ട് സ്റ്റേജിന്റെ തൊട്ടായിട്ട് അതുകൊണ്ട് പെണ്ണുങ്ങൾക്ക് കൊടുക്കുന്നുണ്ടാവില്ല. അഡ്മിഷൻ വിത്തോട്ട് ഇതൊക്കെ ഇംഗ്ലീഷ് പറയും. എന്നെ 100 വിട്ടുന്നില്ല. എന്തായാലും ഇൻഷാല്ലാഹ് ഒരുപാട് സന്തോഷം. എന്താ പറയുക, ഇപ്പോ ഉംറക്ക് തീരെ പോകാത്തവർ ചോദിച്ചതാണ്. ഉംറക്ക് തീരെ പോകാത്തവർ ഉംറക്ക് തീരെ പോകാത്ത ആളുകൾ അടിമന്മാർ ഉംറക്ക് തീരെ പോകാത്ത അടിമന്മാർ ഞങ്ങള് അടിമന്മാർ. ഇതില് പാസ്പോർട്ട് ഉള്ളവര് പാസ്പോർട്ട് ഇല്ലാത്തവർ ഇരിക്കും. പാസ്പോർട്ട് ഇല്ലാത്തവർ ഉള്ളവർ നിൽക്കും. നിങ്ങൾക്ക് പാസ്പോർട്ട് ഞങ്ങൾ തീരെ പോയിട്ടില്ല. അപ്പൊ നമ്മള് ആരിഫ എന്ന് പറഞ്ഞ പെൺകുട്ടിയുണ്ട്. ഓൾക്ക് പാസ്പോർട്ട് ശരിയായിട്ടില്ല. ശരിയാകും മോളെ പോകുമ്പത്തിന് വന്നിട്ടുന്ന ഓളാണ് ആ ഭാഗ്യവതി. ഓൾക്ക് പാസ്പോർട്ട് ഇല്ല. അപ്പൊ നിങ്ങൾ പേര് എഴുതിട്ടിക്കണം. അപ്പൊ നിങ്ങൾ വേറെ ആർക്കും എഴുതിട്ടിക്കണം. സത്യം പറയണം. ഉമ്മറക്ക് പോയതല്ല, കിട്ടിയതല്ല. മലയാളം
പാസ്പോർട്ടല്ലേ ഇപ്പൊ ഒരു നറുക്കെടുപ്പ് ബാക്കിയില്ലേ? കിട്ടിയ ആൾക്കാർ ഇരിക്കും, സെലക്ഷൻ കിട്ടിയവരിക്കും, സെലക്ഷൻ കിട്ടാത്തവര്. നിങ്ങളിപ്പോ ഇതിൽ എഴുതിട്ടിക്കണോ? ഇൻഷാ അല്ലാഹ് നറുക്കെടുപ്പ് ഇനി വേറെ ആർക്കെങ്കിലും എഴുതിട്ടിക്കണോ? നിങ്ങൾക്ക് പാസ്പോർട്ട് ഉണ്ടോ? ബുക്കല്ല, നിങ്ങൾക്ക് പാസ്പോർട്ട് ഉണ്ടോ? ബുക്കല്ല, സാരില്ല. അപ്പൊ നിങ്ങൾക്ക് എഴുതിട്ടിക്കണോ? നമുക്ക് സലാം മാസം പഠിപ്പിച്ചാലോ? നിങ്ങൾ നമ്മളെ പിതാവ് മുപ്പതിന്റെ പിതാവ് ആ ചങ്ങായി തിരിച്ചു കിട്ടിയില്ല. ഇനി എഴുതിയിട്ടുണ്ടോ ആരെങ്കിലും? എഴുതിയിട്ട് ആളുകളുണ്ടോ? എഴുതിട്ടിട്ടില്ല. ഇന്ന് എഴുതാത്തില്ല, എഴുതി. പിന്നെ ഒരാള് 3 കിട്ടിയത്. അപ്പോൾ ഇവിടെ കിട്ടിയത് മാത്രമേ ഞാൻ വിളിക്കുള്ളൂ. നിങ്ങൾ ആദ്യം ഞാൻ പറഞ്ഞതെന്ന് അനുസരിക്കണം. എന്താ അറിയോ, ഞാൻ നിങ്ങൾ കാരണം മരിച്ചാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? വരാത്ത ആളുകൾ എഴുതിടാൻ പറ്റൂല. നിങ്ങൾ രണ്ടാമത് എന്താ സ്നേഹം സാറല്ല. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മള് പുതിയന്മാരെ രക്ഷിതാക്കളല്ലേ? പുതിയന്മാരെ രക്ഷിതാക്കൾ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ നീലഗിരിയിൽ നിന്ന് വന്ന് അവർ എഴുന്നേറ്റ് നിന്ന് അവരെ നീലഗിരിയിൽ നിന്ന് വന്ന പെണ്ണു ഇവരാണ് നീലഗിരിയിൽ നിന്ന് വന്നത്. അവരെ മഹലിന്റെ ആരാ? നിങ്ങള് സെക്രട്ടറിങ്ങളാ? പ്രസിഡന്റ് ആരാ? നിങ്ങൾ പറയാ എന്താ നിങ്ങളെ അവസ്ഥ എന്ന് പറഞ്ഞാണ്. എത്ര മക്കളാ? 3 കുട്ടികളാ. എല്ലാം കഴിച്ചു. എത്ര പണം കൊടുത്തു? ഇപ്പൊ ഈ കുട്ടിന്റെ അവസ്ഥ എന്താ? സെക്രട്ടറി തോട്ടം മേഖല, എസ്റ്റേറ്റ് മേഖലയാണ്. ഗൂഡല്ലൂരിന്ന് 20 കിലോമീറ്റർ പോകണം. ഗൂഡല്ലൂരിന്ന് 20 കിലോമീറ്റർ. മുണ്ടലിട്ടോ അവിടെ തോട്ടത്തില് 300 രൂപ എല്ലാവരും കൂലി. കാണുന്ന ആളായിട്ട് ആള് പുള്ളിയാണ്. കാണുന്നുണ്ടല്ലോ, അത് വർക്കത്തി കേട്ടോ. രാഷ്ട്രീയത്തുള്ള ഉന്നത പദവിയുള്ള കൊടുക്കട്ടെ. അപ്പോ ഇവര് ജീവിക്കുന്ന എസ്റ്റേറ്റ് പറഞ്ഞ എസ്റ്റേറ്റ് മേഖല ആരും അറിയുന്നത്? എസ്റ്റേറ്റ് മേഖല അത് വീടുണ്ടോ? എസ്റ്റേറ്റ് വീട് പറഞ്ഞാല് പാടി ആർക്കും അറിയോ? പാടിയിലാണ് താമസം. എത്ര ശമ്പളം ഒരു മാസം കിട്ടും? ഒരു ദിവസം 300 രൂപ. കടങ്ങളുണ്ടോ? കടണ്ട്. പിന്നെ മകപ്പ പോയിട്ടുണ്ട് ഗൾഫില് പണിയൊന്നും ആയിട്ടില്ല. ഞങ്ങളെ മേഖല മൊത്തം ഞങ്ങൾ 90 കുടുംബം നമ്മൾ പ്രധാനമായ എന്താ ചെയ്യാ? ഓളം എത്ര സ്വർണ്ണുണ്ട്? സ്വർണ്ണൊന്നുമില്ല അല്ലേ? പിന്നെ നമ്മൾ ചെയ്യാം. 300 രൂപയ്ക്കാണ് 30 ജീവിക്കുന്നത് ഒരു ദിവസം. പിന്നെ നിങ്ങൾ മഹലിന്റെ ആരാ? സെക്രട്ടറിയാണ്. ഇത് നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ പറയേണ്ടതാണ്. നാളെ റബ്ബിന്റെ സത്യം. ഒരു ഗതിയില്ല. 90 ആൾക്കാരൊക്കെ എസ്റ്റേറ്റ് മേഖലയിൽ പോയി. ഇത് ഊട്ടിയെടുത്ത അങ്ങോട്ട് പോകണ്ട. 20 കിലോമീറ്റർ പോയിട്ട് 20 കിലോമീറ്റർ ഉള്ളൂ. തമിഴ്നാട്. എന്തെങ്കിലും പറയും. കൈ കൊടുക്കൽ കഴിഞ്ഞിട്ട് ഇതുവരെ നീട്ടി വെച്ചത് അതിനാണ്. കല്യാണം കൈ കൊടുക്കൽ മെയ് മാസം ചെയ്തതാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് അത്ര കുട്ടികൾ കെട്ടിക്കാത്ത മുട്ടായിക്ക് ഒന്നോ കൊടുത്തിക്കണെന്ന് നിങ്ങളെന്താ പറയണേ? അതെന്നാ ഞാൻ ഇഷ്ടമല്ല അതിനെ ഓല് പറഞ്ഞു കേട്ടാ. ഇപ്പൊ ഓല് പറഞ്ഞ ഞാൻ റെഡിയാണ്. ഓല് പറഞ്ഞ പെൻഷാദോല് ഏറ്റെടുക്കാൻ പറഞ്ഞു. പെൻഷാദോ 18 കുട്ടികളാണ് അല്ലേ? എന്തുകൊണ്ട് ചെയ്യണ്ടെന്ന് നിങ്ങൾക്ക് സമ്മതല്ലേ?
ആർക്കൊക്കെ സമ്മതമില്ലാത്തവരുണ്ട്. ഫുൾ സമയം. ഇൻഷാ അല്ലാഹ് 18ാമത്തെ കുട്ടിന് ഇപ്പൊ ഒരു സ്വർണ്ണം ഉണ്ടാക്കണം. അപ്പോ 18 മക്കള് അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. മക്കളുടെ പുസ്തകന്മാരെ പറഞ്ഞുതരും കേട്ടോ. മഹലിന് വരേണ്ട കാര്യങ്ങളൊക്കെ പോലും പറഞ്ഞുതരും. പിന്നെ ഒരു മഹലിന്റെ എയ്ത്ത് നമ്മൾ കൊടുക്കുമ്പോൾ അത്രയും ഗതിയില്ലാത്തവർക്ക് നമ്മൾ കൊടുക്കുക. ഒരു എവിടുന്ന വരുന്നത് വീട്ടിന്റെ അടുത്ത് ഒരു സെക്രട്ടറി വരണമെങ്കിൽ എത്ര വിഷമം ഉണ്ടാവും അല്ലേ? അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. എന്നാ ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള പുസ്തകന്മാരെ പറഞ്ഞു. ഇനി പന്തല്ലൂർ എണീച്ചിട്ട് നിങ്ങൾ എത്ര വയസ്സായി? 50. ഭർത്താവ് അള്ളാഹു ഖബർ വിശാലായി കൊടുക്കട്ടെ. മക്കള് 2 ആളല്ലേ? 2 പെൺകുട്ടികൾ. ഇപ്പൊ നിങ്ങൾക്ക് വീടുണ്ട്? വീടില്ല? സ്ഥലമുണ്ടോ? സ്ഥലമുണ്ട്. വീട് ആരും വെച്ച് തരാൻ പറഞ്ഞിക്കണോ? പഞ്ചായത്തിൽ നിന്ന് പാസ്സായി. ജീവിതം ഇപ്പൊ എങ്ങനെ ജീവിക്കുന്നത്? 2 പെൺകുട്ടികൾ. അപ്പൊ എന്താ വേണ്ടത്? എന്താ പറയണേ? ഭക്ഷണത്തിന് എന്താ ചെയ്യല്? എന്ത് പണിക്കാ പോണേ? ഒന്ന് ഗവൺമെന്റ് കൂട്ടായിട്ടൂലേ? വാടക 7 ഉറുപ്പിക. എത്ര വാടക? ഞാൻ ഇപ്പൊ എന്താ ചെയ്യണ്ടേ? നിങ്ങൾ പറയും അല്ലേ? നമ്മളെന്താ ഇല്ലേ? അള്ളാഹു അങ്ങനത്തെ അവസ്ഥ ഇപ്പൊ തരാതെക്കട്ടെ. 2 പെൺകുട്ടികളാണ്. കെട്ടിക്കാൻ ജീവിക്കാൻ ഗതില്ല. 7,000 ഉറുപ്പിക ശമ്പളം കിട്ടും. 3,500 ഉറുപ്പിക എന്ത് ചെയ്യണം? വാടക കൊടുക്കണം. വീടുകൾക്ക് വേണ്ട പഞ്ചായത്തിന് പാസ്സായിക്കണേ. ഓലക്ക് ഇപ്പൊ വേണ്ട എന്താ? ഇറച്ചി മീനോ? വേറെ ഞാൻ എന്താ ചെയ്യണ്ടേ? സിനു തങ്ങളിപ്പോ എന്താ ചെയ്യണ്ടേ? മാസോ എന്താ ചെയ്യാ? ഒരാളിപ്പോ 1000 കൊടുക്കുന്നു. ഞങ്ങളിപ്പോ ഒരു കാര്യം ചെയ്യാം. ഇൻഷാ അല്ലാഹ് ഒരു വിഷയം കൂടി പറയാം. എന്റെ താളെ കൂട്ടി വരരുത്. നിങ്ങൾ പേടിയാണ്. അതെ അതെ അതെ. നിങ്ങൾ ഓലൊക്കെ ചെയ്തില്ലേ? നിങ്ങൾ മറ്റൊക്കെ ചെയ്തില്ലേ? നിങ്ങൾ അടിമനല്ലേ? എന്റെ ഗ്രൂപ്പിൽ അങ്ങനല്ലേ? നിങ്ങൾ പറയോ?